ഓം ഹരി ശ്രീ ഗണപതേ നമഃ. അവിഘ്നമസ്തു. ശ്രീ ഗുരുഭ്യോ ഗ്രഹേഭ്യോ സ്കന്ധായ ദേവിയേ നമഃ. നമസ്തേ. ഞാൻ ജ്യോതിഷാചാര്യ അന്തോമാർ, തൃശ്ശൂർ തളിക്കുളം. ഇന്ന് ഞാൻ നിങ്ങളോട് പറയാൻ പോകുന്നത് വിനായക ചതുർത്ഥി വിശേഷങ്ങളെ കുറിച്ചാണ്. എന്താണ് വിനായക ചതുർത്ഥി? ചിങ്ങമാസത്തിലെ കറുത്തവാവ് കഴിഞ്ഞ് വരുന്ന ശുക്ലപക്ഷ ചതുർത്ഥി അഥവാ വെളുത്തപക്ഷ ചതുർത്ഥിയാണ് ഗണപതിയുടെ ജന്മദിനമായി കരുതുന്നത്. അതാണ് വിനായക ചതുർത്ഥിയായി വർഷം തോറും നാം ആഘോഷിക്കപ്പെടുന്നത്. ഈ വർഷം 7/9/2024 വിനായക ചതുർത്ഥി കൊണ്ടാടുന്നത്. അന്നത്തെ ദിവസം ഗണേശപ്രീതികരമായ കർമ്മങ്ങൾ അനുഷ്ഠിക്കുന്നത് ഉത്തമമാണ്. ഹൈന്ദവ വിശ്വാസപ്രകാരം ഏത് ശുഭകാര്യത്തിനും മുൻപ് വിഘ്ന നിവാരണത്തിനായി ഗണപതി പൂജ നടത്താറുണ്ട്. എവിടെയും എപ്പോഴും ആധിയിൽ പ്രണമിക്കേണ്ട ദേവനാകുന്നു ശ്രീ മഹാഗണപതി. എല്ലാ തന്ത്ര വൈദിക കർമ്മങ്ങളും ഗണപതി നേദ്യത്തോടെയാണ് ആരംഭിക്കേണ്ടത്. ബുദ്ധിയുടെയും സിദ്ധിയുടെയും ഇരിപ്പിടമായാണ് മഹാഗണപതിയെ കണക്കാക്കുന്നത്. ഓരോ മാസവും 2 ചതുർത്ഥികളാണ് വരുന്നത്. എല്ലാ മാസവും പൗർണമിക്കും അമാവാസിക്കും ശേഷം 4-ാം ദിവസമാണ് ചതുർത്ഥി വരുന്നത്. ശുക്ലപക്ഷ ചതുർത്ഥിയെ വിനായക ചതുർത്ഥി എന്നും കൃഷ്ണപക്ഷ ചതുർത്ഥിയെ സംകഷ്ടി അഥവാ സങ്കടഹര ചതുർത്ഥി എന്നും അറിയപ്പെടുന്നു. ഗണപതി എന്ന വാക്കിന്റെ അർത്ഥം ഗണ എന്നാൽ പവിത്രകം, അതായത് ചൈതന്യത്തിന്റെ കണങ്ങൾ എന്നാണ്. പതി എന്നാൽ സ്വാമി, അതായത് കാത്തുരക്ഷിക്കുന്നവൻ. ചുരുക്കത്തിൽ പറഞ്ഞാൽ ഗണപതി എന്നാൽ പവിത്രങ്ങളുടെ സ്വാമി എന്നാണ് അർത്ഥം. സർവവിഘ്നങ്ങളും തീർത്ത് സർവസിദ്ധികളും പ്രദാനം ചെയ്യുന്ന ദേവനാകുന്നു ഗണപതി ഭഗവാൻ എന്നാണ് നമ്മുടെ വിശ്വാസം. ജ്യോതിഷത്തിൽ കേതുദശയിൽ ഭജിക്കേണ്ടത് ഗണപതിയെയാണ്. സർവ വിഘ്നങ്ങളും ദുരിതങ്ങളും മാറ്റി ക്ഷേമൈശ്വര്യങ്ങൾ വർദ്ധിപ്പിക്കാനായി നടത്തുന്ന പ്രധാന ഹോമങ്ങളുമായാണ് ഗണപതി ഹോമം. ഏറ്റവും വേഗത്തിൽ ഫലം തരുന്ന കർമ്മമാണ് ഗണപതി ഹോമം എന്നാണ് വിശ്വാസം. ഗണേശപ്രീതിക്കായി അനേകം മന്ത്രങ്ങൾ ഉണ്ടെങ്കിലും അതിൽ പ്രധാനപ്പെട്ട ഒന്നാണ് ഗണേശ ദ്വാദശ മന്ത്രം. 12 മന്ത്രങ്ങൾ ചേർന്ന ഗണേശ ദ്വാദശ മന്ത്രം നിത്യവും ജപിച്ചാൽ ഇഷ്ടകാര്യസിദ്ധി, വിഘ്ന നിവാരണം, പാപമോചനം, കേതു ദോഷശാന്തി, സർവാഭിഷ്ടസിദ്ധി എന്നിവയാണ് ഫലം. ഈ മന്ത്രം ചതുർത്ഥി ദിനത്തിൽ ജപിച്ചാൽ കൂടുതൽ ഫലസാധ്യമാണ്. ദിവസവും
108 ഉരു ഈ മന്ത്രം ജപിക്കുന്നത് ഉത്തമമായി കരുതുന്നു. ഇനി ഗണേശ ദ്വാദശ മന്ത്രം എന്താണെന്ന് പറയാം നിങ്ങളോട്. ഓം വക്രതുണ്ടായ നമഃ. ഓം ഏകദന്തായ നമഃ. ഓം കൃഷ്ണപിംഗളാക്ഷായ നമഃ. ഓം ഗജവക്ത്രായ നമഃ. ഓം ലംബോദരായ നമഃ. ഓം വികടായ നമഃ. ഓം വിഘ്നരാജായ നമഃ. ഓം ധൂമവർണായ നമഃ. ഓം ഫാലചന്ദ്രായ നമഃ. ഓം വിനായകായ നമഃ. ഓം ഗണപതയേ നമഃ. ഓം ഗജാനനായ നമഃ. ഇതാണ് ഗണേശ ദ്വാദശ മന്ത്രം. ദോഷപരിഹാരം: വിവാഹത്തിന് തടസ്സം നേരിട്ടാൽ ചെത്തിപ്പൂവ് നെയ്യിൽ മുക്കി സ്വയംവര മന്ത്രം കൊണ്ട് 108 ഉരു ഹോമിച്ചുകൊണ്ട് ഗണപതി ഹോമം നടത്താം. ഭാര്യാഭർത്താക്കന്മാർ തമ്മിൽ കലഹം, വിരഹം തുടങ്ങിയവ ഉണ്ടെങ്കിൽ സംവാദ സൂക്തം കൊണ്ട് ഗണപതി ഹോമം നടത്തുന്നത് ഉത്തമമാണ്. സന്താന തടസ്സത്തിന് സന്താന ഗോപാല മന്ത്രം കൊണ്ട് പാൽപായസം ഹോമിച്ചുകൊണ്ട് ഗണപതി ഹോമം നടത്താം. ശത്രുദോഷത്തിന് ഉച്ഛിഷ്ട ഗണപതി മന്ത്രം കൊണ്ട് വേപ്പിൻ ചമത ഹോമിക്കണം. ധനവർദ്ധനവിന് ലക്ഷ്മി വിനായക മന്ത്രം ഉപയോഗിച്ച് ഗണപതി ഹോമം നടത്താം. ഓജരാശിയിൽ നിൽക്കുന്ന ശുക്രനെ പ്രീതിപ്പെടുത്തുന്നതിനും ഗണപതി ഭജനം ഉത്തമമാണ്. ലക്ഷ്മി വിനായക മന്ത്രത്താൽ ഗണപതി ഹോമം നടത്തിയാൽ ശുക്രദശാകാലത്ത് സമ്പത്തും ഐശ്വര്യവും വർദ്ധിക്കുന്നു. ഇനി സർവാഭിഷ്ടസിദ്ധിക്കായി ചതുർത്ഥി ദിനത്തിൽ ഗണപതിക്ക് മുക്കുറ്റി, കറുക എന്നിവ കൊണ്ട് മാല, അർച്ചന, മോദക നിവേദ്യം, ഗണപതി ഹോമം എന്നിവ നടത്തിയാൽ സർവാഭിഷ്ടസിദ്ധിയാണ് ഫലം. ഇനി വിനായക ചതുർത്ഥി വ്രതം എങ്ങനെയെല്ലാം അനുഷ്ഠിക്കാം എന്നതിനെ കുറിച്ച് പറയുന്നു. വ്രതാനുഷ്ഠാനം: ചതുർത്ഥിയുടെ തലേന്ന് മുതൽ വ്രതം ആരംഭിക്കണം. എല്ലാ വ്രതാനുഷ്ഠാനം പോലെ തലേന്ന് മത്സ്യമാംസാദികൾ ഉപേക്ഷിക്കുക. ഒരിക്കലൂടെ ആവാം. എണ്ണ തേച്ച് കുളി, പകലുറക്കം എന്നിവ നിഷിദ്ധമാണ്. ചതുർത്ഥി ദിനത്തിൽ സൂര്യോദയത്തിനു മുന്നേ കുളിച്ചു ശരീരശുദ്ധി വരുത്തി നിലവിളക്കു തെളിയിച്ചു ഗണപതി ഗായത്രികൾ ഭക്തിയോടെ ജപിക്കണം. കിഴക്കോട്ട് തിരിഞ്ഞാവണം ജപം. 108 തവണ ജപിക്കുന്നതാണ് ഏറ്റവും ഉത്തമമെങ്കിലും കുറഞ്ഞത് 12 ഉരുവെങ്കിലും ജപിക്കാൻ ശ്രമിക്കുക. തുടർന്ന് ഗണേശ ക്ഷേത്ര ദർശനം നടത്തി അവനവനാൽ കഴിയുന്ന വഴിപാടുകൾ സമർപ്പിക്കുക. അതായത് ശക്തിക്കൊത്ത വഴിപാട്. ധാന്യ ഭക്ഷണം ഒരു നേരമായി കുറച്ചുകൊണ്ട് മറ്റുള്ള സമയങ്ങളിൽ പാലും പഴവും മറ്റും കഴിക്കുക.
ദിനം മുഴുവൻ ഗണേശ സ്മരണയോടെ കഴിച്ചു കൂട്ടുന്നത് അത്യുത്തമം. 108 രൂപ മൂലമന്ത്രമായ ഓം ഗം ഗണപതയേ നമഃ എന്ന മന്ത്രം ജപിക്കുക. സാധ്യമെങ്കിൽ വൈകുന്നേരവും ക്ഷേത്ര ദർശനം നടത്തുക. പിറ്റേന്ന് തുളസി തീർത്ഥമോ ക്ഷേത്രത്തിലെ തീർത്ഥമോ സേവിച്ചു പാരണവിടാം. വിനായക ചതുർത്ഥി ദിനത്തിൽ വ്രതം അനുഷ്ഠിക്കുന്നത് ഗണേശപ്രീതിക്ക് ശ്രേഷ്ഠമാണ്. ചതുർത്ഥി വ്രതം എന്നറിയപ്പെടുന്ന ഈ വ്രതം അനുഷ്ഠിച്ചാൽ അടുത്ത വിനായക ചതുർത്ഥി വരെയുള്ള ഒരു വർഷക്കാലം ഗണേശപ്രീതിയിലൂടെ സർവവിഘ്നങ്ങൾ നീങ്ങി ഉദ്ദിഷ്ട കാര്യ ലബ്ധിയുണ്ടാവുമെന്നാണ് വിശ്വാസം. നിങ്ങളുടെ സർവപാപങ്ങളും നീങ്ങി സർവാഭിഷ്ടങ്ങളും സിദ്ധിയാകുവാൻ ദിനവും 3 പ്രാവശ്യം ഗണേശ അഷ്ടകം ജപിക്കുന്നത് വളരെ നല്ലതാണ്. ഇനി ഗണേശാഷ്ടകത്തെ പറയുന്നു. ഏകദന്തം മഹാകായം തപ്തകാഞ്ജനസന്നിഭം ലംബോദരം വിശാലാക്ഷം വന്ദേഹം ഗണനായകം മഞ്ജീകൃഷ്ണാഞ്ജിനധരം നാഗയജ്ഞോപവീദീനം ബാലേന്ദുവിലാസൻ മൗലീം വന്ദേഹം ഗണനായകം അംബികാഹൃദയാനന്ദം മാതൃഭൂമി വരിവാലിധം ഭക്തപ്രിയം മദോന്മത്തം വന്ദേഹം ഗണനായകം ചിത്രരത്നവിചിത്രാംഗം ചിത്രമാലാവിഭൂഷിതം ചിത്രരൂപധരം ദേവം വന്ദേഹം ഗണനായകം ഗജവക്തം സുരശ്രേഷ്ഠം കർണചാമരഭൂഷിതം പാശാങ്കുശധരം ദേവം വന്ദേഹം ഗണനായകം മൂഷികോത്തമരാരൂഹ്യ ദേവാസുരമഹാഹവേ യോധുകാമം മഹാവീര്യം വന്ദേഹം ഗണനായകം സർവവിഘ്നകരം ദേവം സർവവിഘ്നവിവർജിതം സർവസിദ്ധിപ്രദാതാരം വന്ദേഹം ഗണനായകം. ഫലശ്രുതി ഗണാഷ്ടകമിതം പുണ്യം ഭക്തിദോയവടേന്നരാം വിമുക്താ സർവപാപേഭ്യ സർവാഭിഷ്ടം സവിന്ദതി. അപ്പോ നിങ്ങളുടെ സർവവിധ വിഘ്നങ്ങളും തീരട്ടെ, ജീവിതത്തിൽ ഐശ്വര്യങ്ങളെല്ലാം ഉണ്ടാകട്ടെ. ഈ വിനായക ചതുർത്ഥിക്ക് നിങ്ങൾക്ക് എല്ലാവിധ അനുഗ്രഹങ്ങളും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്തേ. ഇനിയും എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബെൽബട്ടൺ അമർത്തി എല്ലാ വീഡിയോകളും കാണണം. തുടർന്നും ജ്യോതിഷ ആചാര്യ അനുഷ്ഠാന വിധികളെക്കുറിച്ചുള്ള വീഡിയോകൾ വന്നുകൊണ്ടിരിക്കും. എല്ലാവരും ലൈക്ക് ചെയ്യാൻ ശ്രമിക്കുക. നന്ദി, നമസ്തേ.